നമസ്കാരം. താരസംഘടനയായ അമ്മയെ നയിക്കാൻ ചരിത്രത്തിലാദ്യമായി വനിതാ പ്രസിഡന്റ് എത്തുമോ? അതിനുള്ള ഉത്തരം ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ അറിയാം. നിലവിൽ അമ്മ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. 504 അംഗങ്ങളിൽ നിന്ന് 298 പേർ വോട്ട് ചെയ്തു. വൈകുന്നേരം 4 മണിയോടെയാണ് ഫലം പുറത്തു വരിക. ഏറെ വിവാദങ്ങൾ നിറഞ്ഞതുകൂടിയായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. 6 പേർ പത്രിക നൽകിയിരുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 4 പേർ പത്രിക പിൻവലിച്ചതോടെയാണ് ദേവൻ ശ്വേത മത്സരത്തിന് വഴിതെളിഞ്ഞത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരനും രവീന്ദ്രനും തമ്മിൽ മത്സരിക്കുമ്പോൾ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2 വൈസ് പ്രസിഡന്റുമാരുടെ സ്ഥാനത്തെത്താൻ ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ, നാസർ ലത്തീഫ് എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനുമാണ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. കൈലാഷ്, സിജോയ് വർഗീസ്, റോണി ഡേവിഡ്, ടിനി ടോം, സന്തോഷ് കീഴാറ്റൂർ, വിനു മോഹൻ, നന്ദു പൊതുവാൾ, ജോയി മാത്യു എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നത്. അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് കൂടിയായ നടൻ മോഹൻലാലും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. സുരേഷ് ഗോപിയും വോട്ട് രേഖപ്പെടുത്താനെത്തിയിരുന്നു. എന്നാൽ നടൻ മമ്മൂട്ടി ചെന്നൈയിലായതിനാൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയില്ല. നിർമ്മാതാവും നടനുമായ ആന്റണി പെരുമ്പാവൂരിനൊപ്പമാണ് മോഹൻലാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേദിയിലെത്തിയത്. വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ പുതിയ കമ്മിറ്റി സംഘടനയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും എല്ലാവരും ഒന്നിച്ച് മികച്ച ഭരണം കാഴ്ചവെക്കുമെന്നും മോഹൻലാൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. അംഗങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഒരു പുതിയ കമ്മിറ്റി വരും. അമ്മ എന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ആരും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. എല്ലാവരും ഇതിലുണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെക്കുമെന്നാണ് തൻ്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു. ഇത്തവണത്തെ അമ്മ തെരഞ്ഞെടുപ്പ് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ആന്റണി പെരുമ്പാവൂർ അഭിപ്രായപ്പെട്ടു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പോലെ എല്ലാവർക്കും സ്വീകാര്യരായവർ ഇവിടെയും തിരഞ്ഞെടുക്കപ്പെടും. വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിലൂടെ അധികാരമേൽക്കുന്ന പുതിയ ഭാരവാഹികൾക്ക് കീഴിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമാ മേഖലയെ ആകെ നാണക്കേടിലാക്കിയ വിവാദമായ വെളിപ്പെടുത്തലുകളോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പിടിച്ചു നിൽക്കാനാകാതെയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 27-ന് മോഹൻലാൽ നേതൃത്വം നൽകിയ അമ്മയുടെ ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞത്. അതിനുശേഷം അഡ്ഹോക് കമ്മിറ്റി ഭരണം ഏറ്റെടുത്തെങ്കിലും വിവാദങ്ങൾക്ക് പഞ്ഞമുണ്ടായിരുന്നില്ല. അതേസമയം ഏറ്റുമുട്ടുന്നവരും പിൻവാങ്ങിയവരും റെക്കോർഡിട്ട തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. മുൻനിര താരങ്ങൾ പിൻവലിഞ്ഞു നിൽക്കുന്നതിനാൽ അമ്മ തെരഞ്ഞെടുപ്പിൽ ആവേശം ചോരുന്നുവെന്ന് കരുതിയവരെ ഞെട്ടിച്ചായിരുന്നു ഇത്തവണത്തെ പ്രചരണം. സിദ്ദിഖ് തനിക്കെതിരെ നീങ്ങുന്നുവെന്ന സംശയം ശ്വേത പല കോണുകളിലും പങ്കുവച്ചിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും എല്ലാ കാലത്തും അമ്മ ഭരണസമിതിയുടെ പ്രധാന സ്ഥാനങ്ങളിലുണ്ടായിരുന്നു. അവരാരും ഇക്കുറി മത്സരരംഗത്തില്ല. സോമനും മധുവും ഇന്നസെന്റും ഒക്കെ പ്രസിഡന്റായിരിക്കെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ ഇവർ വഹിച്ചിരുന്നു. ഇന്നസെന്റിനൊപ്പം തുടർച്ചയായ 4 ടൈമിൽ മോഹൻലാലാണ് ജനറൽ സെക്രട്ടറി ആയിരുന്നത്. ഇന്നസെന്റിന്റെ മരണശേഷം കഴിഞ്ഞ 3 ടൈമിലും പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു. ഹേമ കമ്മിറ്റി വിവാദത്തെ തുടർന്ന് രാജിവെച്ചൊഴിഞ്ഞ അവസാന ഭരണസമിതി നയിച്ചതും അദ്ദേഹമാണ്. എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പിൻ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇനി ഭാരവാഹിയാകാനില്ലെന്നായിരുന്നു മോഹൻലാൽ നിലപാടെടുത്തത്. പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ അഭ്യർത്ഥന നിരസിച്ചാണ് അദ്ദേഹം തീരുമാനമറിയിച്ചത്. പേരിനെങ്കിലും അമ്മ ഭരണസമിതിയുടെ ഭാഗമായിരുന്ന മമ്മൂട്ടിയും ഇക്കുറിയില്ല. സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ താല്പര്യം കാണിച്ചിരുന്നെങ്കിലും പിന്നീട് പിൻവലിഞ്ഞു. ഹേമ കമ്മിറ്റി വിവാദത്തിൽ രാജിവെച്ച സിദ്ദിഖും മത്സരിച്ചില്ല. പ്രധാന താരങ്ങൾ വിട്ടുനിന്നാൽ സംഘടനയുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുമെന്ന അഭിപ്രായമായിരുന്നു അമ്മ അംഗങ്ങളിൽ പലർക്കുമുള്ളത്. ഇതിനിടയിലാണ് വീറും വാശിയും തെരഞ്ഞെടുപ്പിൽ നിറയുന്നത്. കുഞ്ചാക്കോ ബോബൻ, വിജയരാഘവൻ തുടങ്ങിയവരുടെ പേര് പ്രധാന സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്നെങ്കിലും അവരും മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല.